ഭൂമിയിലൊക്കെ എന്തായിരുന്നു? ഒരേ ഭാഷയായിരുന്നു. അപ്പോഴാണ് ഇവരൊരു ഗോപുരം ഉണ്ടാക്കി, അല്ലേ? എന്തോരം എത്തുന്ന ഗോപുരം? ആകാശം വരെ എത്തുന്ന ഗോപുരം ഉണ്ടാക്കി. എന്തുണ്ടാക്കാനാ? ഒന്ന് രാവിലെ ഞാൻ പറഞ്ഞു, വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ദൈവത്തെ തോൽപ്പിക്കാനാ. ഞങ്ങൾക്കെല്ലാം കൂടെ വെളി കയറും. രണ്ടാമത് അവരുടെ ഒരു ഉദ്ദേശമുണ്ട്, നമുക്ക് എന്തുണ്ടാക്കണം? പേരുണ്ടാക്കണം. നമുക്ക് പേരുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്താലും പേര് നിൽക്കണമെന്നില്ല, പേരുണ്ടാക്കാൻ വേണ്ടി. അപ്പം സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഇവർ ഈ മനുഷ്യൻ്റെ പണി കണ്ടോ? അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ്, ഇഷ്ടികയും മണ്ണുമാണ് ഉപയോഗിച്ചത്. ശരിക്കും അന്ന് കെട്ടിടങ്ങൾ പണിയുന്നത് എങ്ങനെയാ? കല്ലും കുമ്മായവും വെച്ച. പക്ഷെ ഇവർ പണിത് എന്തിട്ടാ? ഇവർ വെച്ചത് ഇഷ്ടികയും പശമണ്ണും വെച്ച. അതിന് വിലക്കുറവാണ്. ബുദ്ധി ഭയങ്കരമാണെങ്കിലും വികലമായ ബുദ്ധിയായിപ്പോയി. അവർ കുറച്ച് ലാഭിച്ചായിരിക്കാം. അങ്ങനെ ഇത് മേളോട്ട് പൊങ്ങുകയാണ്. അവിടെ നമ്മൾ കാണുന്നു 6-ാം വാക്യം, 5-ാം വാക്യം. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യഹോവ ഇറങ്ങി വന്നു. ഇതെന്നെ ഭയങ്കര സംശയമായിരുന്നു. ഈ കൊട്ടാരം, ഈ ഗോപുരം എവിടം വരെ ചെന്നു? ഈ ഗോപുരം എവിടം വരെ ചെന്നു? അങ്ങ് മേളി വരെ ചെന്നു. മേളി വരെ ചെന്ന ഈ ഗോപുരം കർത്താവിന് മേളിൽ ഇരുന്ന് കാണത്തില്ലേ? കാണാം. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. അതെന്തിനായിരിക്കും വന്നേ? കർത്താവ് ഇറങ്ങി വന്നേ. പണ്ട് 2 പിള്ളേർ വലിയ പ്ലെയിൻ കാണാൻ പോയി. ഒരുത്തിനൊരു സംശയം, എടാ ഇത്രയും വലിയ പ്ലെയിന് പെയിൻ്റ് അടിക്കണേ എത്ര ലിറ്റർ പെയിൻറ്റ് വേണമായിരിക്കും? അപ്പം മറ്റവൻ പറഞ്ഞു, നീ നോക്കിക്കോണം, ഇതിപ്പോൾ പൊങ്ങി മേളി ചെല്ലുമ്പം ചെറുതാവും. അപ്പോൾ ഒരു ബ്രഷ് മുക്കി ഒറ്റ അടി വെച്ച് കൊടുത്താൽ അതങ്ങ് പൊങ്ങി മേളി ചെല്ലുമ്പോൾ എന്താവും? ചെറുതാവും. ഒറ്റ അടി വെച്ച് കൊടുത്താൽ. ഈ വലിയ പണി മേളി നോക്കിയിട്ട് എന്തില്ലായിരുന്നു? ദൈവത്തിന് കാണാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തേ? ഇറങ്ങിയാണ്. മേളി നോക്കിയിട്ട് ഒന്നും കാണാനില്ല. അപ്പോൾ ഇവിടെ എത്ര പണിതാലും മേളി ഇരുന്ന് എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. നമ്മളെല്ലാവരും പണിയാണ്. ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയൊക്കെ ഈ കഷ്ടപ്പെടുന്ന എല്ലാം നമുക്ക് വേണ്ടി, പിന്നെ മക്കൾക്ക് വേണ്ടി, പിന്നെ കൊച്ചുമക്കളുണ്ടാകുമ്പോൾ എന്തോ ചെയ്യും? അവരുടെ പേരിൽ ഒരു LIC ചേരത്തില്ലേ? ഈ മൂപ്പിലാണ് എന്തിനായി കഷ്ടപ്പെടുന്നേ? പിള്ളേരുടെ പിള്ളേർക്ക്, അവരുടെ പിള്ളേർക്ക്. ഞാൻ രാവിലെ ഷാള് മേടിച്ച മോളുടെ പേരെന്നാ? ഏഞ്ചൽ. മോള് ഇപ്പം നേഴ്സിങ്. യുവർ എ നേഴ്സ്, ഗുഡ്. അങ്ങേ അടുത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ പേരെന്നാ? ഹിമ, വിമ, LI, നിമ, NEEMA, NIM, നിമ എന്ത് ചെയ്യുന്നു? ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ് കോഴ്സ് പഠിക്കുക. നിമ, ചോദിച്ചോട്ടെ, പപ്പായുടെ പേരറിയാം? പപ്പായുടെ പേരറിയാമോ? പപ്പായുടെ പേരറിയാമോ? അമ്മയുടെ പേരറിയാമോ? അമ്മയുടെ പേരറിയാമോ? അമ്മയുടെ പേരറിയാമോ? ഇല്ല. മോളെ നേഴ്സേ, അച്ഛൻ്റെ പേരറിയാമോ? അച്ഛൻ്റെ പേരറിയാമോ? അച്ഛൻ്റെ പേരറിയാമോ? ഇല്ല. അമ്മയുടെ പേരറിയാമോ? അമ്മയുടെ പേരറിയാമോ? അമ്മയുടെ പേരറിയാമോ? ഇല്ല. മോളെ, മോഹൻലാലിനെ അറിയാമോ? അറിയാമോ? മമ്മൂട്ടി അറിയാമോ? മമ്മൂക്കയുടെ ഭാര്യയുടെ പേരറിയാമോ? മോൻ്റെ പേരറിയാമോ? നമ്മുടെ പേരറിയാമോ? പേരറിയത്തില്ലേ? അറിയാം. എന്തോടാ അപ്പു? എന്താ? ദുൽഖർ സൽമാൻ അറിയാമോ? അറിയാം. ദിലീപിൻ്റെ ഭാര്യയുടെ പേരറിയാം? ഇപ്പോഴത്തെ അറിയാം. അതെല്ലാം ഒക്കെ അറിയാം. പക്ഷേ വലിയതന്തയുടെ പേരറിയത്തില്ല. അല്ല, ചിരിക്കണ്ട. ആൻറ്റിക്കറിയാവോ? അപ്പൻ്റെ പേരറിയാമോ? സർദാർ വല്ലഭായ് പട്ടേലിനെ അറിയാമോ? ഗാന്ധിജിയുടെ അപ്പൻ്റെ പേരറിയാമോ? ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരറിയാമോ? അറിയാം. വല്യപ്പൻ്റെ പേരറിയത്തില്ല.
അല്ലെങ്കിൽ ഗൗരവമായിട്ട് ചിന്തിച്ച് അപ്പൻ്റെ പേരറിയാവുന്ന എത്ര പേരിന് അതിരിപ്പുണ്ട്? ഒന്ന് അപ്പൻ്റെ, എൻ്റെ കുഞ്ഞെ നിനക്കറിയോ മോൻ എത്ര വയസ്സായി? നീ പറഞ്ഞ പെരിലാടെല്ലാം പേര് നിനക്കറിയത്തില്ലേ? മോഹൻലാലും മമ്മൂട്ടി ഒരു 10 പേരുടെ പേരറിയാം. അറിയാം, പിന്നെ അറിയത്തില്ലേ? അറിയാം. പ്രശസ്തമായ ഫുട്ബോൾ താരങ്ങൾ ആരൊക്കെ നിനക്ക് ഇഷ്ടം? ആരാണ്? മെസ്സി. ആരാ? റൊണാൾഡോ, നെയ്മർ, പിന്നെ എംബാപ്പ, പിന്നെ മെസ്സി ഇല്ലേ? ഉണ്ടോ? മെസ്സി. ആരാ മോനെ ഇഷ്ടം? ആരെയാ? റൊണാൾഡോയാണ്. അപ്പായുടെ പേരറിയോ? അറിയത്തില്ല. ഇത് ഗൗരവമായിട്ട് കാണണം. ഈ കൊച്ചുങ്ങൾ സ്കൂളിൽ പോയപ്പോഴേ വിദ്യാഭ്യാസ ലോൺ എടുത്തപ്പോഴേ ഒരു പേപ്പർ കൊണ്ട് വെച്ചല്ലോ, അതിൻ്റെ പേരെന്താ? അവർ ചോദിക്കത്തിന് കുറേ ലിസ്റ്റ് കൊണ്ടുവരാൻ പറയും. കരമടച്ച രസീത്. ഇതാരുണ്ടാക്കിയ? ഈ വല്യപ്പൻ ഉണ്ണാതെ ഉടുക്കാതെ ഉണ്ടാക്കിയതാ. ഇയാളുടെ പേരറിയാമോ? ഇല്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ മോക്കൊരു എങ്ങനെയായാലും 10, 18, 19 വയസ്സുണ്ട്. അറിയത്തില്ല. ഈ ആൻറ്റിക്ക് ഒരു 50 വയസ്സെങ്കിലും 45 പോട്ടെ എത്രയാട്ടെ, ഒരാളുടെ സ്ത്രീകളുടെ പ്രായം ചോദിക്കില്ല. ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഒരു 2 പ്രാവശ്യം, ഒരു 4 പ്രാവശ്യം ഈ വല്യപ്പൻ്റെ പേര് ഈ വീട്ടിൽ പറഞ്ഞായിരുന്നെങ്കിൽ ഈ പേര് പഠിക്കത്തില്ലേ? സൈക്കോളജി നിനക്കറിയോ? ഇല്ല. പക്ഷെ നിനക്ക് സിഗ്മണ്ട് ഫ്രോയിഡിനെ അറിയാം. പക്ഷെ നിനക്ക് വല്യപ്പൻ്റെ പേരറിയത്തില്ല. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി അറിയാം. ആരാ? സിഗ്മണ്ട് ഫ്രോയിഡ്. പക്ഷേ വല്യപ്പൻ്റെ പേരറിയത്തില്ല. ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചേ, ഒരു 10 പ്രാവശ്യം ആരെങ്കിലുമൊക്കെ ഇത്രയും ജീവിതത്തിനിടയ്ക്ക് ഈ വല്യപ്പൻ്റെ പേര് വീട്ടിൽ പറഞ്ഞാൽ പേര് പഠിക്കുമോ? പഠിക്കും. അർത്ഥം എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. പിന്നെ ആർക്കു വേണ്ടി കഷ്ടപ്പെടുന്നേ? ആർക്കു വേണ്ടി ഈ ഭൂമിയെല്ലാം കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? ഒരു കാര്യം പറഞ്ഞേക്കാം, മേലിൽ പേരുണ്ടെങ്കിൽ ഓർക്കും. നീതിമാൻ എന്നേക്കും ഓർമ്മയിരിക്കും. മേളിൽ സ്മരണയുടെ പുസ്തകമുണ്ട്, അവിടെ പേരുണ്ടെങ്കിൽ ദൈവം ഓർക്കും. അതുകൊണ്ട് മേളിൽ ആസ്തി ഉണ്ടായിക്കോണേ. താഴെ ആരും ഓർക്കത്തില്ല. കോവിഡിൽ ഒരാൾ മരിച്ചു. ഒരാൾ മരിച്ചു. ഒത്തിരി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ വീട്ടിലടക്കാമെന്ന് പറഞ്ഞ് അതിന് സമ്മതമെല്ലാം. അപ്പം അവർ പറഞ്ഞ് അയൽക്കാരെ സമ്മതിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ പോയി അയൽക്കാരോട് സംസാരിച്ചു. നമ്മുടെ ഇങ്ങനെ ഒരു സാഹചര്യമാണ്, നമ്മൾ ആഴത്തെ കൂട്ടി എടുത്തെടുക്കും, ഇതുകൊണ്ട് ഒരു ദോഷം വരത്തില്ല, കുറേ സ്ഥലമുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഇതിനകത്ത് അടയ്ക്കിയ ഒരു കുഴപ്പമുണ്ട്, ശവം അടക്കിയ സ്ഥലത്തിന് പിന്നെ ചിലപ്പോൾ എന്തോ കിട്ടത്തില്ല, വില കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ കൂട്ടിലെ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ അടക്കിയില്ല വേണ്ട, ഞങ്ങളുടെ പ്രിൻസ് പാസ്റ്റർ ഇപ്പം തിണ്ണ കുഴിച്ച് ഇട്ടാക്കും, പിന്നെ നിങ്ങൾക്ക് നാണക്കേടായിരിക്കും എന്ന് പറയും. ഞാൻ പറഞ്ഞു, അവർ സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ തിണ്ണ മാന്തി അതിനകത്ത് കുഴിച്ചിട്ടുണ്ടോ പറഞ്ഞു. ഏതായാലും അടക്കണ്ടേ. അന്നേരം പിന്നെ അവർ സമ്മതിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ. അപ്പനെ അടക്കണമെങ്കിൽ അങ്ങനെ സാഹചര്യം വന്നാൽ അവർ പറയും, ഞാനിതൊക്കെ കണ്ട ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിനകത്ത് അവർ പറയും, നാളെ നമുക്ക് എന്തോ കിട്ടത്തില്ല, വില കിട്ടത്തില്ല. മേളിൽ പേര് വേണേ, മേളിൽ സ്വത്തും വേണം. ഈ ഭൂമിയിൽ എന്തോ ഉണ്ടെങ്കിലും കാണത്തില്ല, പക്ഷേ തമ്പുരാൻ കാണത്തക്കോണം മേളിൽ പണിയണം. അതുകൊണ്ടാണ് പുഴുവും തുരുമ്പും കെടുത്തുന്നതും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിൽ നിശ്ചയം വേണം. നമ്മളിവിടെ ഈ ആസ്തി പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരിടത്ത് യാത്ര പോകാൻ വേണ്ടിയൊക്കെ നോട്ടറിയും കൊണ്ടൊക്കെ ആസ്തി ഉണ്ടാക്കും. അപ്പോൾ അവർ നമുക്ക് എത്ര വസ്തുവുണ്ട്, വസ്തുവിന് എന്തോ വിലയുണ്ട്, എത്ര വീടുണ്ട്, എത്ര FD ഉണ്ട്, എല്ലാം നോക്കി ആസ്തി ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ മേളിലും എന്തോ ഉണ്ടോ നോക്കണം. ആസ്തി, ഇവിടെ ഒരു ഫ്ലാറ്റ്, അവിടെ ഒരു വീട്, ഇത്ര തോട്ടം, ഇത്ര ആസ്തിയാണ്. മേളിൽ എന്തോ ഉണ്ട് ആസ്തി? വെളി വല്ലതും ആസ്തിയുണ്ടോ? ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, ഒരു ടിപ്പിക്കൽ പ്രവാചകനാണ്. കുറച്ചൊക്കെ ഈ കോവിഡിൻ്റെ സമയത്ത് ഒരു അച്ഛന് അസുഖം കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കണേ. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ്, അദ്ദേഹം ഇപ്പം ഒന്നുകൂടെ കുറച്ചാണ്ട് ജീവിച്ച് മരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ചെയ്യുന്ന കാര്യം, മേളിൽ ചെന്നിട്ട് പുള്ളി ഒരു ദരിദ്രവാസിയായിട്ട് ജീവിക്കേണ്ടി വരും. ഒന്നുമില്ല മേളിൽ.
സത്യമായിട്ട് ഞാൻ അതിനെ പഠിച്ചപ്പോൾ സത്യം അറുത്ത കൈക്ക് ഉപ്പിടാത്തൊരു മനുഷ്യനാണ്, ഒരു നന്മയും ചെയ്തിട്ടില്ല. വേറൊരു പാമ്പ് പിടിച്ച ആൾ മരിക്കാറായപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പിടിച്ചു വെക്കേണ്ട പൊക്കോട്ട് മേടി ഭയങ്കര കൊട്ടാരമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ പഠിച്ചപ്പോൾ അതും സത്യമാണ്. അപ്പം മേളിൽ എന്തോ വേണം? ആസ്തി വേണം. കൈ ഉയർത്തി പറഞ്ഞേ, മേളിൽ ആസ്തി വേണം. ഇവിടെ എന്തോ ഉണ്ടല്ലോ ഓർക്കത്തില്ല, ഓർക്കൂ ഇല്ല, പക്ഷേ നീതിമാൻ എന്നേക്കും ഓർമ്മയിരിക്കും. ഇപ്പോൾ ഒന്നുമില്ല, അപ്പച്ചൻ്റെ പേരറിയാം, അടുത്ത തലമുറയ്ക്ക് അതും എന്ത് ചെയ്യണമെന്നില്ല, അറിയണമെന്നില്ല. അപ്പം നോക്കൂ, 12-11 അധ്യായത്തിലേക്ക് വരുമ്പോൾ മേളിലേക്ക് ആസ്തി ഉണ്ടാക്കണം. അവിടെ ഇവരുടെ എന്ത് കലങ്ങിപ്പോയി? ഭാഷ കലങ്ങിപ്പോയി. ദൈവം ഭാഷ കലക്കി എന്ന് പറയുമ്പം തന്നെ ഇവരുടെ സ്വാർത്ഥത, ഇവരുടെ എന്ത് കലക്കി? ഭാഷ കലക്കി. ഈ ഭാഷ കലക്കുക എന്ന് കലങ്ങിപ്പോകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മനുഷ്യൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഈ കുടുംബങ്ങളിലും എല്ലായിടത്തും ഇപ്പം സംഭവിക്കുന്നത് എന്ത് കലങ്ങിപ്പോന്ന? ഭാഷ കലങ്ങിപ്പോവുക. ലൈവാണെന്നറിയാം, എന്നാലും പറയട്ടെ, ഭാഷ നമ്മൾ ഈ ജീവിതത്തിന് പ്രശ്നങ്ങളൊക്കെ കുറച്ചുകൂടെ കലക്കങ്ങളിങ്ങനെ ടുക്കുന്നാണ് വരുന്നത്. അത് ചുമ്മാ ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് നേരെ നമ്മുടെ വീട്ടിലോട്ടേക്ക് വരും. വഴിയെ പോകുന്ന എല്ലാം ചിലപ്പം കണ്ടിട്ടില്ല, നമ്മൾ പറയത്തില്ലേ, വെറുതെ പോകുന്ന എല്ലാം ഓട്ടോറിക്ഷ. ഞങ്ങളുടെ അവിടെയൊക്കെ ഓട്ടോറിക്ഷയൊക്കെ സ്പീഡ് പോരാഞ്ഞിട്ട് ഇടയ്ക്ക് ഇറങ്ങി 108 പിടിച്ചേക്ക് വരുന്നത്. ഓട്ടോയ്ക്ക് സ്പീഡ് പോരാഞ്ഞിട്ട് 108 പിടിച്ചാണ് ഓരോ പ്രശ്നം വന്ന് കയറുന്നത്. എന്ന് 108 പിടിച്ച് വന്നോ? മനസ്സിലായില്ലേ 108 പിടിച്ച് വരുമെന്ന് പറഞ്ഞു? ചേച്ചിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായോ അതോ ഇല്ലയോ? മനസ്സിലായി. 108 പിടിച്ച് പ്രശ്നങ്ങൾ കയറി വരും. ചെറിയൊരു നമ്മളിതിനെല്ലാം ഈ കലങ്ങാൻ അനുവദിക്കരുത്. ഒരു ദിവസം ഇതുപോലൊരു തിരക്കിട്ട് എൻ്റെ ഭാര്യയ്ക്ക് കലക്കം വരുന്ന കാര്യമാണ് പറയുന്നത്. എന്നിട്ട് ചുമ്മാ ഒരു രസം പറയാം, ചിരിക്കാം, എൻ്റെ കാര്യമാണ് പറഞ്ഞു. അപ്പോൾ വെറുതെ കലക്കങ്ങൾ വന്ന് കയറത്തില്ലേ. ഒരു ദിവസം അവളെയും കൊണ്ട് ആശുപത്രിയിൽ പോകണം, അവൾക്ക് കാലേ വെരിക്കോസ, അങ്ങ് ദൂരെ തൊടുപുഴ ചെല്ലണം. ഞാൻ പറഞ്ഞു അവൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നേരം എനിക്ക് പോകാനൊത്തില്ല, ഒരു മരണമുണ്ടായി, പോകാനിരിക്കാനൊക്കെ മുഖം പാടിയ തന്നെ പൊക്കോളാന്നൊക്കെ പറഞ്ഞാലും ഒരു മുഖം പാടും. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ വരാം, നമുക്ക് രാവിലെ പെട്ടെന്ന് പോയിട്ട് അടക്കത്തിന് കൂടിയിട്ട് പോകാം. അപ്പം ഡോക്ടർ പറഞ്ഞിരുന്നു 11:45 മുമ്പ് അവിടെ ചെല്ലണം. പിന്നെ പുള്ളി കാർഡ് എടുക്കത്തില്ല, മാക്സിമം 12. കർക്കശതയുള്ള ഡോക്ടറാണ്, സമ്മതിച്ചു. ഞാൻ പറഞ്ഞു പോവാം. ഏതായാലും ബ്ലഡ് ചെക്ക് എല്ലാം ചെയ്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ബ്ലഡ് റിസൾട്ട് എല്ലാം മേടിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം മേടിച്ച് വെച്ചേക്കണം, പോയേക്കാം. ഏതായാലും ശവടക്കിന് അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര ക്യൂവാണ്. പോകാമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു പാസ് ഒഴിവാക്കാൻ ഈശോനം പറഞ്ഞിട്ടേ പോകാതിരിക്കാനൊക്കെ. അവിടെ ഇരുന്നു. ഇറങ്ങുമ്പോൾ 10:15 തൊടുപുഴ ചെല്ലണം. എൻ്റെ വണ്ടിയിലിരുന്ന എൻ്റെ ഒരു കുഞ്ഞുണ്ട്, ഏബൽ എന്നോട് പറഞ്ഞു, അച്ചാച്ചാ ചേച്ചിയുടെ സന്തോഷം അച്ചാച്ചൻ്റെ സന്തോഷം. ചേച്ചി ടെൻഷൻ അടിച്ചാൽ അച്ചാച്ചൻ ടെൻഷനാകും, അച്ചാച്ചൻ ടെൻഷനായ ഞാൻ ടെൻഷനാകും. ചേച്ചി ടെൻഷൻ അടിച്ചാൽ സന്തോഷിച്ചാൽ അച്ചാച്ചൻ സന്തോഷിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാവും. ഇതാ പിടിച്ചോ, ഒന്ന് ബെൽറ്റിട്ടോ, കയ്യെ പിടിച്ചോ, ഞാൻ എത്തിച്ചേക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എല്ലാം ഉണ്ടല്ലോ? എല്ലാം ഉണ്ട്, ബ്ലഡ് റിസൾട്ട് എല്ലാം. ഇതാ ചവിട്ടി വിട്ടു. അവൻ 1.25 മണിക്കൂർ കൊണ്ട് തൊടുപുഴ എത്തിച്ചു. എന്നെ പോകാൻ വളവൊക്കെ ഇങ്ങനെ ആകാശത്തോടെ 2 വീല്. അവിടെ ചെന്ന് ഞങ്ങൾ 11:40 ചെന്നു. ടിക്കറ്റ് എടുത്തു. ഡോക്ടർ പോകാൻ തുടങ്ങുന്നു. അകത്ത് കയറി. ബ്ലഡ് വർക്കുണ്ടോ? കൊടുത്തു. വെള്ള കവറെടുത്ത് കൊടുത്തു. പുള്ളി തുറന്നു നോക്കിയപ്പോൾ പിണറായി വിജയൻ സാറിൻ്റെ കേരളിൻ്റെ അടിയന്ത് എക്സ്പ്ലനേഷൻ മീറ്റിങ്ങിൽ പൗരപ്രമുഖർക്ക് കൊടുത്ത ലിസ്റ്റിൽ എനിക്കും കിട്ടിയൊരു കത്ത. തൊടുപുഴ ഡോക്ടറിങ്ങനെ കാര്യമില്ലായി. ഇവളെന്നെ നോക്കി. അവളോർത്ത് ഞാൻ അന്നേരം അടിക്കുമെന്ന്. 1.25 മണിക്കൂർ കൊണ്ട്. ഞാൻ പക്ഷെ അവളെ നോക്കി അങ്ങ് ചിരിച്ചു. ഞാൻ ചിരിച്ചപ്പോൾ അവൾ ചിരിച്ചു. പിന്നെ അവൾ സ്റ്റൂളിൽ നിന്ന് ഇറങ്ങിയിരുന്ന് ചിരിച്ചു. അത്രയും കണ്ടപ്പോൾ ഡോക്ടർ എഴുന്നേറ്റ് ഇരുന്ന് ചിരിച്ചു. എത്തുവഴിയൊക്കെ നിങ്ങളാണ് എന്ത് ചെയ്തത്?
തൊടുപുഴ വരെ ചെന്നിട്ട് ആൻറ്റിക്കത് ഓർക്കാൻ പോലും പോയി. നേഴ്സാൻറ്റി എന്തോ ചെയ്തേന് 1.5 മണിക്കൂറിൽ കൊണ്ട് 100 കിലോമീറ്റർ താണ്ടി ചെന്ന. ഇതെല്ലാം ഓർത്തോണേ. പിശാച് ഇങ്ങനെ എന്തോ ചെയ്യുന്ന തിരിച്ച് 2 പറയാം. എന്തായാലും ചെയ്താൽ 1.5 ആഴ്ചത്തേക്കിന് പോകത്തില്ല എല്ലാ സന്തോഷവും. പിന്നെ അത് മാറണമെങ്കിൽ എത്ര മസാല ദോശ മേടിച്ച് കൊടുക്കണം. അപ്പോൾ ഈ കലക്കാൻ ഓരോന്നാര് കൊണ്ടുവരും, പിശാച് കൊണ്ടുവരും. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞ ഇവിടെ ദൈവം കലക്കിയതാണ്. പക്ഷേ ഈ കലക്കങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്ത് കലങ്ങിപ്പോവും? ഇവിടെ ഭാഷ കലങ്ങാൻ ഒരു കാര്യമുണ്ട്. അവരാരെപ്പോലെ ആക്കാൻ നോക്കി, ദൈവത്തെക്കാളും വലുതാക്കാൻ നോക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് കലക്കങ്ങളുണ്ടാകും. എന്നാൽ ഈ ഭാഷ കലക്കാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. രണ്ടാമത്തെ ഒരു സംഭവം, ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയ സമയത്ത് അന്ന് ഈ വാട്സപ്പില്ല, ഫോൺ വിളിക്കാൻ ഭയങ്കര പൈസയാണ്. അവിടുന്ന് ഈ എന്താ തരത്തിലൊക്കെ ഇട്ടിട്ട് വിളിച്ചാൽ ഹലോ പറയുമ്പോഴേ അങ്ങ് തീരും. അപ്പോൾ അന്നേരം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വന്നു. വലിയൊരാഗ്രഹം, കുറേ നേരം വർത്താനം പറയണ്ടേ. അപ്പോൾ അന്ന് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയമല്ല. അന്ന് ഇതുപോലൊന്നും അത്രയും നമുക്ക് എന്താ പറയുക, കണക്ഷൻസൊക്കെ കുറവ്. അപ്പോൾ എന്നെ ദുബായിൽ നിന്ന് ഷാർജയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നമുക്ക് ഇന്നടത്ത് പോയാൽ അവിടെ ഒരു കാർഡ് മേടിക്കാം, ഇത്ര 1.5 മണിക്കൂർ ഇങ്ങനെ നെറ്റിൽ കൂടെ വിളിക്കാം. അത് നമ്മുടെ ഇങ്ങനെ ചെവിയിലൊക്കെ വെച്ച് തരും, നമുക്കിരുന്ന് വിളിക്കാം. അങ്ങനെ ഞാൻ യോഗം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് അവിടെ പോയി കുറേ നടന്ന് റോളായി ചെന്ന് ഈ സാധനം എല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ എനിക്കൊരു ഇതുണ്ട്, ഇവിടുത്തെ 12 മണിക്ക് മുമ്പ് എന്ത് ചെയ്യണം, വിളിക്കണ്ട. അല്ല പിന്നെ 12 കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ. കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് ഇവിടുത്തെ നാട്ടിലൊരു 11 ആയപ്പോഴത്തേന് വിളിച്ചു. ഹലോ, ആണോ എന്നാ ഉണ്ട് കുഞ്ഞെ? ഒന്നുമില്ല. ഇന്നത്തെ ദിവസം അറിയാവോ? ഇല്ല. സകല ആവേശം പോയി. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ആണോ? ഗോഡ് ബ്ലെസ് യു. അവൾ വെച്ചു. ഞാൻ പിന്നെയും വിളിച്ചു. അവളെടുത്തിട്ട് പറഞ്ഞു, ശരി ഗോഡ് ബ്ലെസ് യു അച്ചാച്ച, വെച്ചു. 1.5 മണിക്കൂർ സകല ആവേശം പോയി. ഞാൻ പിന്നെ 1.5 കിട്ടിയ പൈസയ്ക്ക് മൊത്തം ബാക്കി കാർഡ് വെച്ചിട്ട് വിളിക്കാവുന്നവരെ എല്ലാം വിളിച്ചു. പിന്നെ അവളെ വിളിച്ചേ ഇല്ല. കുറേ നാൾ 2 ആഴ്ചയോളം വിളിച്ചില്ല. എനിക്ക് സങ്കടം വന്നു, ഇത്രയും കഷ്ടപ്പെട്ട് പോയി വിളിച്ചാൽ. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്നെ വിളിക്കാത്ത. ഞാൻ പറഞ്ഞു, അത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് വിളിക്കാൻ ഞാൻ എടുത്ത്. ഗോഡ് ബ്ലെസ് യു, ഇങ്ങനെയാണോ വെഡിങ് ആനിവേഴ്സറി? അല്ല, അവൾ ചോദിച്ചു, നിങ്ങൾ എന്തോ അറിഞ്ഞോണ്ടേ വിളിച്ചേ? അന്ന് പിള്ളേർ 3 മൂത്തതിനെ ഇളതിനെ അങ്ങോട്ട് ഉറക്കി അങ്ങോട്ട് കിടത്തി കഴിഞ്ഞപ്പം മൂത്തത് എല്ലാത്തിനെയും കൂടെ കിടത്തി. അപ്പോൾ ഇളതിനെ ഉറക്കി കിടത്തപ്പോൾ മൂത്തത് എഴുന്നേറ്റ് ഇളതിനിട്ടൊരു പിച്ച് പിടിച്ചു കൊടുത്തു. അപ്പോൾ മൂത്തത് കരഞ്ഞു. അപ്പോൾ ഇവൾ മൂത്തതിനെ അടിച്ചു. മൂത്തതിനെ അടിച്ചപ്പോൾ അവൾ ഇറങ്ങി ചെന്ന് അപ്പച്ചൻ കിടക്കുന്നിടത്ത് എന്ന് കരഞ്ഞു. അപ്പച്ചനും അമ്മച്ചയും കൂടെ എന്തുവാടി കൊച്ചുങ്ങളെ രാത്രി കരയിപ്പിക്കുവന്നോടി, നിനക്ക് കൊച്ചുങ്ങളെ അടിക്കണമെങ്കിൽ നിൻ്റെ വീട്ടിൽ പോയി ഉണ്ടല്ലോ. ഈ വല്യപ്പനും വല്യപ്പയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരെ അടിക്കുന്നത്, ഇപ്പം കൊച്ചുങ്ങൾക്ക് അടിക്കുന്നത്. നമ്മളെ അടിച്ചത് ഇവർ മറന്നുപോയേ. നമ്മളെ വലിച്ചിട്ട് കീറുന്നൊക്കെ ഇവരെന്ത് ചെയ്തു പോകും, മറന്നുപോകും. അവിടെ ഒരു നല്ല അതിനിടയ്ക്ക് 3 കൂടെ നിന്ന് കരയുകയാണ്. ഈ കരച്ചിലിനിടയ്ക്ക് അവിടുന്ന് ചാട്ടം. എവിടെ അടിക്കാനാണെങ്കിൽ നീ വാടക വീടെടുത്ത് നീ കെട്ടിയവരും കൂടെ പോയി താമസിക്കണം, എൻ്റെ വീട്ടിൽ രാത്രി പിള്ളേരെ തലലെന്നൊക്കെ പറഞ്ഞ് അപ്പൻ്റെ ഒരു പ്രസംഗം നടക്കുന്നതിനിടയ്ക്കാണ് ഒരു ഫോൺ കോൾ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒന്നര മണിക്കൂർ സൊള്ള പറ്റിയ സമയമാണ്. പക്ഷെ അവളിനോട് ചോദിച്ചു, അപ്പൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പറയാൻ നോക്കുമോ, താണ്ട കേൾക്കാൻ. അവൾ ഇത്രയും ടെൻഷൻ ഇടയ്ക്ക് നിൽക്കുകയെന്ന് ഞാൻ എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. പാവം ഇത്രയും കഷ്ടപ്പെട്ടാൽ പോയി വിളിക്കുന്ന അവൾ എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. ഭാഷ എന്ത് ചെയ്തു പോവുക, കലങ്ങിപ്പോവുക. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഭാഷകൾ ഇങ്ങനെ കലങ്ങും. പിശാചിങ്ങനെ കലക്കും. പക്ഷേ ഈ ഭാഷ കലങ്ങിപ്പോയ ലോകത്ത്
അപ്പോസ്തല പ്രവൃത്തിയിലാണ് പരിശുദ്ധാത്മാവ് വന്നവർക്കെല്ലാം ഭാഷ എന്ത് ചെയ്തു? മനസ്സിലായി. ഭാഷ കലങ്ങിയെടുത്ത് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം. അവിടെ കലക്കമല്ല, പിന്നെന്താണ്? ഒരുമയാണ്. ഇവിടെ തികച്ചും അവരുടെ സ്വാർത്ഥതയും അവർ ദൈവത്തിന് വിരോധമായി മത്സരിച്ചപ്പോൾ അവരുടെ ഭാഷ എന്ത് ചെയ്തു പോയി? കലങ്ങിപ്പോയി. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടപ്പോൾ ഭാഷ എന്തായി? മനസ്സിലാക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കുറച്ചുകൂടെ എന്ത് മനസ്സിലാക്കാൻ? ഭാഷ മനസ്സിലാക്കാൻ. നമ്മുടെ ഭാര്യയുടെ, ഭർത്താവിൻ്റെ, കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും എന്ത് മനസ്സിലാക്കണം? ഭാഷ മനസ്സിലാക്കാൻ ചെറിയ ഒരു നമ്മൾ കുഞ്ഞുങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കേ. കൊച്ചു പിള്ളേരുടെ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ വേറെ കാര്യത്തിൽ തിരിച്ച് പിള്ളേരെന്തോ ചെയ്യും? തല പിരിച്ച് ഇങ്ങോട്ട് വെക്കും. അതെന്തോ പറയുന്നേ? കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നോട് വർത്തമാനം പറയുകയാണെങ്കിൽ എന്നോട് വർത്തമാനം പറയണം. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി മേലിൽ അത് പറയാൻ ആർക്കറിയത്തില്ല, പിള്ളേർക്കറിയത്തില്ല. പക്ഷെ പിള്ളേരുടെ ഭാഷയാണ് നമ്മുടെ തല ഇങ്ങോട്ട് പിടിച്ച് നമ്മുടെ നേരെ വെക്കുക. ആണോ? കണ്ടിട്ടുണ്ടോ? അതെന്തോ മൂകഭാഷ പറയുന്നേ? പപ്പ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നോട് വർത്തമാനം പറയുകയാണെങ്കിൽ എന്നോട് തന്നെ എന്ത് ചെയ്യണം? വർത്തമാനം പറയണം. അപ്പോൾ ഭാഷ വലിയൊരു കമ്മ്യൂണിക്കേഷനാണ്. അതുകൊണ്ടാണ് വേദോസത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പൗരുഷ്യം പ്രസംഗിച്ചൊരു കാര്യം 102-ാം സംഗീതത്തിൽ പറയുന്നുണ്ട്, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പല് പോലെ, ശൂന്യസ്ഥലത്തെ മൂങ്ങാൻ പോലെ, പിന്നെ തനിച്ചിരിക്കുന്ന കുരിയനെ പോലെ. 102-ാം സംഗീതത്തിൽ അതിനകത്ത് ഒരു വാക്കാണ് ശൂന്യസ്ഥലത്തെ മൂങ്ങ. ഈ മൂങ്ങ എന്ന് പറഞ്ഞ സാധനം ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴാണ് കണ്ണു കാണുന്നേ? രാത്രിയിൽ. ആണുങ്ങളാണ് ഇര തേടി പോകുന്നത്. അതിൻ്റെ പല്ലിയും പാറ്റായും ഒക്കെ പിടിക്കാൻ വേണ്ടി ഇതിങ്ങനെ പോകും. ഈ ആണുങ്ങളിങ്ങനെ പോകുമ്പോൾ പെണ്ണുങ്ങൾ മരപ്പൊത്തിയിരിക്കും, പെൺപക്ഷി. അപ്പോഴാണ് ആൺപക്ഷി പോകുന്നത്. നമ്മൾ പറയത്തില്ല രാത്രി മൂങ്ങുന്ന പോലെ മൂങ്ങിക്കൊണ്ടിരിക്കാൻ ചോദിക്കത്തില്ലേ? എന്തിനാ ഈ മൂങ്ങുന്നേ? ഈ ആൺപക്ഷിയെ കുറച്ചു നേരം കഴിഞ്ഞ് ഇത് ഏകഭക്തി വ്രതരാണ്. ആൺപക്ഷി അങ്ങ് ദൂരെ പോയിരിക്കുമ്പോൾ പെൺപക്ഷി ചോദിക്കും, കാണുന്നില്ലല്ലോ, എവിടെ? അതാ മൂളുന്നേ. അപ്പോൾ അവൻ പറയും, മോനെ, അതാ ഈ മൂളുന്നേ. അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുക. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. വേറെ ഒരൊറ്റ ആൺപക്ഷി ഇങ്ങോട്ട് വരല്ലേ, അതിന് അവൻ്റെ ഇടയ്ക്ക് വീഴുന്നത് മൂളുന്നേ. ടെറിട്ടറിയിലോട്ട് ഒറ്റ ഒരുത്തിനെ എന്ത് ചെയ്യത്തില്ല, കേട്ടത്തില്ല. അപ്പോൾ ഇവർ ഈ മൂങ്ങകൾ തമ്മിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുക? കമ്മ്യൂണിക്കേഷനാണ്, ഭാഷയാണ്. നമുക്കറിയത്തില്ല. പക്ഷിശാസ്ത്രജ്ഞന്മാർ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഗൂഗിളൊക്കെ നോക്കിയാൽ മതി. അപ്പം ഇതൊക്കെ കണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എന്ത് കലങ്ങരുത്? ഭാഷ കലങ്ങരുത്.